thought we could be here forever. Now it seems that we're lost in a memory. I've been waiting for excuses. I don't really wanna lose this. Been lying to myself. Girl, you know that I've been through this. Waves of crashing, scars and bruises. I don't think that I can do this. I don't think. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമ്മുടെ ഫൈനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇടുക്കി വട്ടവട ഈ പ്ലേസ് ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ്. ഈ കാണുന്ന ടെൻറ്റിലാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. 3 ടെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാ ടെൻറ്റിനും മേളിൽ നൈസായിട്ട് കുറേ ലൈറ്റൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നല്ല കട്ടിക്ക് 2-3 ടീഷർട്ടും അതിന് പുറത്തോടെ ഹുഡിയൊക്കെ ഇട്ടിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതേപോലത്തെ തണുപ്പാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്ത് പോയി ലൈറ്റായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരട്ടെ. അത് കഴിഞ്ഞ് ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം. ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല, കാരണം അതേപോലെ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഉച്ചയ്ക്ക് നല്ല ചൂടായിരുന്നു, പക്ഷേ രാത്രി ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് കണ്ടു ചെയ്യുന്നുള്ളതൊക്കെ ഞാൻ ചെറിയൊരു ക്ലിപ്പായിട്ട് മേളിൽ കാണിച്ചു തരാം. മെയിനായിട്ട് ഇച്ചിരി വെട്ടം വന്നതിന് ശേഷം ഇവിടെ സ്ട്രോബെറി തോട്ടമുണ്ട്. ഓപ്പൺ സ്ട്രോബെറി തോട്ടമാണ്, നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ നേരെ നമ്മൾ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. തീയൊക്കെ ഇട്ടു, ഇങ്ങനെ കത്തി നിൽക്കുക. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറേ ഇലയും ചുള്ളിക്കമ്പും ഒക്കെ എടുത്തിടുക. കാരണം ഈ തീ ഇങ്ങനെ എന്താ പറയുക, പടർന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അതേപോലെ തണുപ്പാണ്. ഈ ചൂടിനകത്തോട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടല്ലോ, ഒന്ന് ബാക്കിലോട്ട് ഞാൻ മാറുമ്പോൾ തന്നെ ബാക്കിലെ കാറ്റും ആ തണുത്ത ഇതൊക്കെ അടിക്കുമ്പോൾ ഈ ചൂടത്ത് നിന്ന് ഞാൻ മാറിയ ആ ടൈമിൽ തന്നെ പെട്ടെന്ന് തിരിച്ച് തണുപ്പ് കയറുക. അതേപോലത്തെ ക്ലൈമറ്റാണ്. പിന്നെ വട്ടവടയിലൊക്കെ വരാനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസങ്ങളാണ്. ഏറ്റവും കൂടുതൽ തണുപ്പ് വരുന്ന സമയമാണ്. ഓക്കെ, ഇവിടെ -7 ഡിഗ്രി വരെ ഇപ്പോൾ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ലൈവ് ഒരു 8 വരെ എത്തിയിട്ടുണ്ട്. -1 ഡിഗ്രി വരെയൊക്കെ ഇവിടെ മിഡ് നൈറ്റ് ആകുമ്പോൾ വരും. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇവിടെ സ്ട്രോബെറി തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ അതിൻ്റെ അടുത്തോട്ടൊന്ന് പോവാം. ഓക്കെ, ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് ആ കാണുന്നതൊക്കെ സ്ട്രോബെറി തോട്ടം കേട്ടോ. ഈ പച്ച കളറിൽ മറച്ച് വെച്ചിട്ടില്ലേ, ഇതേ കുതിര. കുതിര 2 1 2. ഇത് പശു, അത് കുതിര, അത് പശുന്ന്. എന്റെ ദൈവമേ, ഒരുത്തി പറയാ ഇത് കുതിരയെന്ന് പറഞ്ഞപ്പോഴേ അത് പശു വന്ന്. അത് പശുവായിട്ട് ബന്ധപ്പെട്ട് കളറാ, കളർ കണ്ടിട്ട് പശു. എന്റെ കുതിര നീ എവിടെയെങ്കിലും പോയി ചത്തോ, നിനക്ക് നല്ലത്. അയ്യോ, നീ എന്റെ കൂടെ വരുക. ഇതല്ലേ നാളത്തെ നാളെ വെയിലടിച്ചാൽ പഴുത്തു ഇരുന്നാലും നമുക്ക് കീഴൊക്കെ അത് സ്ട്രോബെറി നൈസ് സാധനം. ആ ഓ, നിനക്ക് അത്ര നല്ല സാധനം കിട്ടിയ. നല്ല ഫ്രഷ് സാധനം.
തൊട്ടടുത്ത് തന്നെ താഴെ ഇത് നല്ല മധുരം. കുറച്ച് കടിച്ചു ഇത് 2.5 മാസം കൊണ്ട് നമുക്ക് പഴം ഇടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ ഇതാണ് കാലാവസ്ഥ. ഒരു ചെടിയിൽ കാലാവധി 1 കിലോ വെച്ചു. ഒരു ചെടിയിൽ നിന്ന് 1 കിലോ വെച്ചു. അതായത് ആ കൊള്ളത്തിന് 1 വർഷം ആകുമ്പോൾ ഒരു ചെടിന്ന് 1 കിലോ എടുക്കാം ഒരു വർഷത്തിൽ. ഒരു വർഷത്തിന് ഒരു 1000 വയ്ക്കുവാണെങ്കിൽ 1000 തൈ വയ്ക്കുവാണെങ്കിൽ 1000 കിലോ അങ്ങനെ. ഓക്കെ. ഞങ്ങളുടെ അവിടെ ഒന്നും വരത്തില്ല. പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമുണ്ടോ? ഈ പുഴു പിടിക്കുന്നവരുടെ കൊണ്ട് ഇല്ല. അതിനും വേറെ കെമിക്കലൊന്നും മരുന്നും അടിക്കാറില്ല. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വേപ്പെണ്ണ അറിയാം. വേപ്പെണ്ണ അത് ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പൊ പുഴു വരില്ല. പിന്നെ ചാണകം ഒഴിച്ചു കൊടുക്കും. പക്ഷെ ക്ലൈമറ്റ് ഒരു 1.5 മാസത്തിൽ ചാണകം ഒഴിച്ചു കൊടുക്കും. ക്ലൈമറ്റ് നോക്കട്ടെ, നമ്മുടെ അവിടെ പറ്റില്ലല്ലോ. അവിടെ എന്തായാലും അവിടെ വരത്തില്ല. പിന്നെ നമ്മുടെ വീട്ടില് സ്വന്തം ഇത് ഉണ്ടാക്കിയല്ലോ വൈനുണ്ട്. സ്വന്തം വൈനും പവറുള്ളതാണോ നോർമൽ വൈനാണോ എന്ന് വെച്ചാല് പിള്ളേർക്കും കഴിക്കാം, നമ്മളും കഴിക്കാം. ബ്ലഡിന് നല്ലതാണ്. വേറെ കെമിക്കലൊന്നുമില്ല. അമ്മയ്ക്ക് പഠിക്കണം. വാവ്. വൈൻ അമ്മയ്ക്കും കൊടുക്കാം, പിള്ളേർക്കും കൊടുക്കാം. ഇത് മറ്റേ അടിച്ചു അങ്ങനെയല്ല, പിള്ളേർക്ക് ഒരു കുടിക്കാൻ പിള്ളേർക്ക് ഒരു ആഴ്ചയിൽ ഒരു 300 പ്രാവശ്യം കൊടുക്കാം, ഒരു 6 ഗ്ലാസ് വെച്ച്. കൈ പിടിച്ചു. ചുറ്റി കറങ്ങി പോവുകയാണെങ്കിൽ ഒരു ദിവസം പിടിക്കും. എങ്ങനെയുണ്ട്? നൈസ് സ്ഥലമല്ലേ? ക്യാമറ മറ്റേ ക്യാമറ പിടിച്ചില്ല നേരത്തെ. ഗോപ്രോ അല്ലേ? മെയിനായിട്ട് വണ്ടി ഭ്രാന്താണ്. പിന്നെ വണ്ടി നാളത്തെ കഴിഞ്ഞ് രാവിലെ ഒരു 8 മണിയാകുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകും. പഴനിക്കില്ലേ യാത്ര ആ മല കാണുന്നില്ല കേട്ടോ, ആ മല അതിന്റെ താഴെ ഞങ്ങള് അടിവശത്ത് കൂടിയേ പോണേ. ബുധനാഴ്ച പോയി കഴിഞ്ഞാല് വെള്ളിയാഴ്ച രാവിലെ ഒരു 10 മണി 11 മണി കഴിയുമ്പോൾ ഞാൻ അമ്പലത്തിലെത്തും. നടന്നു പോയി ഇടയ്ക്ക് കാട്ടിലൂടെ താമസിക്കും. പിന്നെ 2ാമത്തെ ദിവസം നമ്മൾ അമ്പലത്തിൽ പോയി താമസിക്കും. 3ാം ദിവസം അവിടെ പഴനിയെത്തും. ഓ അടിപൊളി അടിപൊളി ട്രക്ക്. ഇവിടുത്തെ കുരുസാമി, ഞങ്ങൾക്ക് മാഴയിട്ട കുരുസാമി മുടി കിട്ടുന്ന ഒരു ഇതുണ്ട്, ആചാരമുണ്ട്. അപ്പോൾ ഒരു 10 മണി ശേഷം അത് റെഡിയാവും. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ പറമ്പിൽ പോയിട്ട് പഴം പഠിച്ചോണ്ട് വന്നു. അപ്പോൾ ഒരാൾക്ക് എത്ര എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പരിചയം വരും. പിന്നെയുള്ള പരിപാടി നമ്മൾ റേറ്റ് റേറ്റ് എന്ന് വെച്ചാൽ ഇത് കിലോ 600 ആണ്. കിലോ 600 കിലോ 600 കാ കിലോ വെച്ച് കൊടുക്കാം, 6 കിലോ വെച്ച് കൊടുക്കാം. നമ്മൾ അവിടെ മേടിക്കുകയാണെങ്കിൽ കോയിലൂർ സൈഡ് മേടിക്കുകയാണെങ്കിൽ അവിടെ കാക്കിലോ 200 ആണ്. അപ്പോൾ കിലോയ്ക്ക് 800 രൂപ വരും. 800 രൂപ സെയിം ഫലം തന്നെ. അല്ല ക്വാണ്ടിറ്റി എന്തോരം? ക്വാണ്ടിറ്റി 1/2 കിലോ എന്ന് വെച്ചാൽ ഇത്ര വരും കേട്ടോ. ഇത്ര വരും. 1/4 കിലോ എന്ന് വെച്ചാൽ ഇത്ര വരും. 1 കിലോ എന്ന് വെച്ചാൽ കുറച്ച് കൂടി കൂടും. 1/2 കിലോ മിനിമം വേണം. നമുക്ക് 1 കിലോ അടിച്ച് അതിനെ അപ്പോൾ 1 കിലോ മേടിച്ച് സ്പ്ലിറ്റ് ചെയ്താൽ പോരെ? അതാ നല്ലത്. അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നല്ല പഴുത്തത് പറ്റുമായിരിക്കും. മധുരമുണ്ട്. ഷുഗറിന് ഈ വൈന് ഞാൻ മഴയുടെ കാരണം സത്യം പറയുന്നതാണ്. വേറെ ചേരുവയൊന്നുമില്ല. നമ്മൾ ഫ്രൂട്ടിന് 1 കിലോ പഞ്ചസാര, 1 കിലോ ഫ്രൂട്ട്, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെള്ളം, അത് നമ്മൾ അടച്ചു വെച്ച് ഉള്ളിലോട്ട് ഇട്ട് അടച്ചു വെച്ച് ഒരു 40 ദിവസം കഴിഞ്ഞ് ഓപ്പൺ ആക്കും. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു തുണി എടുത്തു കഴിഞ്ഞാൽ വറ്റിച്ചെടുത്ത് പിന്നെ നമുക്ക് കസ്റ്റമറിന് ഒഴിച്ചു കൊടുക്കും, നേരിട്ട് കൊടുക്കും. അതെത്ര വൈൻ എത്ര ആയിരുന്നു? വൈന് 350 ഒരു കുപ്പി അല്ലേ? ലിറ്റർ. നോക്കാം. സ്ട്രോബെറി എന്തായാലും വേണം. സ്ട്രോബെറി 1 കിലോ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ 1/2 കിലോ വെച്ച് നമ്മൾ 2 പാക്ക് ചെയ്യാം. അതെന്തായാലും എടുത്തോ. സെറ്റാക്കാം. ഒരു കുപ്പി മതി. 6 ലിറ്റർ വെച്ച്. 6 ലിറ്റർ വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് മതി. ബാക്കി ഇവർക്ക് കൊടുത്താൽ മതി. 1 ലിറ്റർ എടുത്തോ. ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തോളാം. 1 ലിറ്റർ എടുത്തോ. ഒറ്റ കുപ്പി എടുത്താൽ കുപ്പി വേറെ. എന്തായാലും കൊള്ളാം. നൈസായിട്ട് ഇവിടുന്ന് 1 കിലോ സ്ട്രോബെറി ഡീലായി. അവർക്കൊരു വൈനും
ഞങ്ങൾ 1 ലിറ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു വെറൈറ്റി ആണല്ലോ, സോ ഒരു ട്രൈ ചെയ്ത് നോക്കാം. ഫണ്ടിൻ്റെ അല്ല, നമുക്ക് ഇങ്ങനെയുള്ള യാത്രകളുടെ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കിട്ടത്തോ. അപ്പോൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും പോയി നമ്മൾ പരീക്ഷിക്കാനായിട്ട് നല്ലതല്ലേ, അതുകൊണ്ട് ഇവിടുന്ന് തന്നെ 1 ലിറ്റർ വൈൻ മേടിച്ചിട്ടുണ്ട്, സ്ട്രോബെറിയുടെ വൈൻ. ദെൻ സ്ട്രോബെറിയും വാങ്ങിയിട്ടുണ്ട്, ഒരു കിറ്റ് നിറച്ച്. ഓക്കെ, 1 കിലോ വെച്ചിട്ട് 2 പാക്കറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രോബെറി തോട്ടം. എന്നിട്ട് ഈ സ്ട്രോബെറി ലൈവ് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് പറിക്കാതിരിക്കാൻ തോന്നില്ല, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്പം തന്നെ കുറേ ഏറെ പറിച്ച് ഞങ്ങൾ തിന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ തൽക്കാലം ഞാനൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് താഴോട്ടൊന്നും ചാടിയിട്ട് താഴത്തെ തോട്ടത്തിൽ നല്ല ഫ്രഷ് സാധനം ഉണ്ടോ നോക്കാം. അങ്ങോട്ട് ആരും ഇറങ്ങാത്തതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കിയിട്ട് അവിടെ നിന്ന് കുറച്ചും കൂടെ ഞാൻ എടുത്ത് തിന്നിട്ട് നേരെ റൂമിലേക്ക് വെല്ലുവാണ്. ചെന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ഹിഡൻ പ്ലേസ്, നമ്മൾ എല്ലാ റൈഡിനുള്ളതാണ്. നമ്മൾ പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ എവിടെയെങ്കിലും ഒരു വെറൈറ്റി പ്ലേസ് കണ്ടാൽ നമ്മൾ ചവിട്ടും, എന്നിട്ട് അവിടെയും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ പോകാറുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഈ പോകുന്ന റൈഡിലും കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കാണാം. ഈ സാധനം കണ്ടോ, സെറ്റ് സാധനം, അവൻ്റെ എല്ലാം സാധനം കിട്ടി. ഇവിടെ ഒരു മുയലും കുട്ടിയുണ്ട്, അവിടെ ഒരു ആനക്കുട്ടിയുണ്ട്. വേണ്ട ബാ, തണുപ്പ് കയറിയിട്ട. ഞങ്ങളുടെ വണ്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മൊത്തം ഇരുട്ടാണ്, അതുകൊണ്ടാണ് ഒന്നും കാണാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തായാലും ഭക്ഷണം കഴിച്ച് സെറ്റാകുമ്പോഴേക്ക് ഇവർ പോയി നൈസായിട്ട് സ്ട്രോബെറിയും വൈനും ഒക്കെ കൊണ്ടുവരും. അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചെത്താം. ഫുള്ള് കതച്ചിരിക്കുക ഗൈസ്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ, ബൈ. നൈസ് പ്ലേസ് അല്ലേ. കഷ്ടപ്പാട്. എന്തിൻ്റെയാണെന്നറിയില്ല, പക്ഷേ മാടറാണോ ഇതിനകത്തടിക്കും. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ബെല്ലടിക്കണമെന്ന് അതറിയില്ല. ഇപ്പം അമ്പലത്തിൽ പോകുമ്പോൾ ആരും ചെയ്യാറില്ലത്. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് മണി അടിക്കണമെന്ന് ചൈനീസിലൊക്കെ പോയിട്ട് കാണിക്കുന്നില്ലേ, മറ്റേ സാധനം ഉരുട്ടി വിടും. അപ്പം മന്ത്രം ചൊല്ലുന്ന അതിനെന്താ അതെ. ഓക്കെ, ബാ ബാ. അതിന്റെ ഇടയ്ക്കത് കണ്ടല്ലേ, ഞാനത് നോക്കിയായിരുന്നു. ബാ ബാ. വണ്ടി 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 വണ്ടി. ഞങ്ങൾ പെഴുവരിയായി ഗൈസ്.
വണ്ടി പോന്ന് ഞങ്ങൾ നടക്കുന്നു. ഓക്കെ, മലേ അയ്യോ ബിബി വാ. മേളിലാ കൊച്ചിരുന്നുണ്ടോ? വണ്ടി വളച്ചപ്പോ മേളിലാ പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ നൈസായിട്ട് ചെറിയൊരു സ്പോട്ട് കൂടെ കിട്ടി കേട്ടോ. നമ്മള് നൈസായിട്ട് ഇതുണ്ടോ, ഒരു കാടിനകത്താണ്. സംഭവം സിമ്പിളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഒന്ന് റോഡ് സൈഡിലോട്ടൊന്ന് വണ്ടി ഒതുക്കിയതാ. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കണ്ടോ, ആ ഒരു സൗണ്ട് മാത്രം കേട്ടിട്ട് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും നല്ലൊരു വെള്ളച്ചാട്ടം കിടനായിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കാനായിട്ട് ഇറങ്ങിയാണ്. ചുമ്മാ ഒന്ന് നോക്കി കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴേക്കത് കുറച്ച് ഹിഡനായിട്ട് ഈ വെള്ളമൊക്കെ ഒഴുകി പോയ പോലത്തെ കുറെ പാടുണ്ട്. അതിനും പോയി നൈസായിട്ട് ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നൈസ് ഒരു പ്ലേസ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഈ റോട്ടിലോട്ട് നേരെ പോയാൽ മതി, സംഭവം കാണിച്ചു തരാം. സിമ്പിൾ പരിപാടി ആയിരുന്നു കേട്ടോ, സിമ്പിൾ. വേണ്ട, ഇത് എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ ആ മാപ്പിട്ട് പോകുന്ന വഴിക്ക് ചുമ്മാ, ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് വണ്ടി ഒതുക്കിയതാ. അപ്പോൾ ചുമ്മാ ഒന്ന് നടന്നു നോക്കിയപ്പോൾ കിട്ടിയ സ്ഥലം കേട്ടോ. നമ്മുടെ അവതാറിലൊക്കെ പോത്തതേ ചെടിയൊക്കെ ഉണ്ടാവും, മുള്ള് നിറച്ച് മുള്ള്. അതിനകത്ത് എന്തോ ഒരു ചുരുണ്ട ഒരു സാധനമൊക്കെ ഇരിപ്പുണ്ട്, ജീവിയാൻ തോന്നും. ശരിക്കും കാടാണ് ഈ സ്ഥലം, ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. കൂണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ സ്ഥലത്തൊക്കെ മാജിക് മഷ്റൂം ഉള്ള സ്ഥലം കൂടി കേട്ടോ, ഈ ഏരിയയിലൊക്കെ. യെസ്, എങ്ങനെയുണ്ട്? ആരെങ്കിലും കാണുന്നുണ്ടോ? ഈ ഒരു കൊടിഞ്ഞ കാടിനുള്ളിൽ ഇങ്ങനെ ഒരു സ്പോട്ട് നോക്കി, നൈസല്ലേ? ഓ, എടാ പോണ, നിനക്ക് പ്രാന്താണോ? വല്ല കമ്പം വന്ന് കുത്തിയിരിക്കുന്നത്. ആയി Yeah, we're making everything and we go. Every time we do the old drop, come and say, only shiver. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ
കംപ്ലീറ്റ്ലി എൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ തിരിച്ച് ചെക്ക് പോസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു വട്ടവട നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെക്ക് പോസ്റ്റ് 6 മണിക്ക് ശേഷം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 5 മണി ആ ഒരു ടൈമാണ്. നല്ല വെയിലുണ്ട്, അതിന് മേലെ നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല തണുപ്പുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്പുറത്ത് ചെക്ക് പോസ്റ്റിലിട്ടൊന്ന് ഇറങ്ങണം. അപ്പോൾ ഈ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്ക്. മെയിനായിട്ട് നമ്മൾ ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതേപോലെ നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്ക് ഞാനത് കണക്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഓട്ടോമോട്ടീവ് കണ്ടൻറ്റ് ക്രിയേറ്ററായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ വണ്ടികളുടെ വീഡിയോസ് മാത്രമായിട്ട് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലത്തെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെയും കൂടെ വീഡിയോസ് ഞാൻ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്നുള്ളത് പറ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അടുത്തൊരു കിട്ടിലൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു ഹിഡൻ സ്പോട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും മസ്റ്റ് വിസിറ്റാണ്. കേരളത്തിനുള്ളിൽ അങ്ങനെ ഒരു ഹിഡൻ പ്ലേസ് ഉള്ള കാര്യം ഞാൻ പോലും വളരെ റെയറായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ കപ്പിൾസിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ഒക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ കാലിൽ മുട്ടുവേനയൊക്കെ ഉള്ള ഇച്ചിരി പ്രായമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ ഇച്ചിരി നടന്ന് കയറാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ അടിപൊളി സംഭവമാണ്. ഒരു മരം നടുക്ക് നിൽക്കും, 2 ഭാഗത്തോടെ ഇങ്ങനെ ഭയങ്കര ഹൈറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുത്തി ചാടിയൊക്കെ വരും. അങ്ങനത്തെ ഒരു കിടിലൻ സംഭവമാണ്, ഒരു കാടിനുള്ളിൽ തന്നെ. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് അതാ. അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഒരു വട്ടം പോയി ട്രയൽ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ പോകുന്ന ആംബിയൻസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസും കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു, ഇറങ്ങുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. അൻറ്റിൽ ദാൻ, ബൈ ബൈ. What you want, you need,